ഈ സ്കൂട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ വടക്കഞ്ചേരിയിലും പരാതിയുണ്ട്. 3 പരാതികളാണ് വടക്കാഞ്ചേരി പോലീസിന് ലഭിച്ചത്. അതേസമയം വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ സീഡ് സൊസൈറ്റി രൂപീകരിച്ചു എന്നും ആരോപണമുണ്ട്. തട്ടിപ്പിൽ കൗൺസിലറുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ ഡിവൈഎഫ്ഐ പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ലിഷോയ് നൽകും. ലിഷോയ്, ഗുഡ് മോർണിംഗ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഈ തട്ടിപ്പിന് ഇരയായവർക്ക് എന്താണ് പറയാനുള്ളത്? ഈ തട്ടിപ്പ് ഏത് തരത്തിലാണ് അവിടെ നടന്നിട്ടുള്ളത്? സമാനമായി തന്നെയാണോ? തീർച്ചയായും അത് എല്ലായിടത്തും നടന്നതുപോലെ സമാനമായി തന്നെയാണ് ഇവിടെയും തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ ഇപ്പോൾ നിലവിൽ 3 പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. 3 പരാതികളും സമാനമായ പരാതികൾ തന്നെയാണ്. ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സൊസൈറ്റി വഴി ശേഖരിച്ചു, തങ്ങളുടെ പണം നഷ്ടമായി എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ വടക്കാഞ്ചേരി പ്രദേശത്താകെ ഏകദേശം 48ഓളം പേർക്ക് ഇത്തരത്തിൽ പണം നഷ്ടമായെന്നാണ് പ്രാഥമികമായ നിഗമനം. ഇതിന്റെ കൂടുതൽ പരാതിക്കാർ പക്ഷേ ഇതുവരേക്കും രംഗത്ത് വന്നിട്ടില്ല. പണം മടക്കി നൽകാമെന്നാണ് നിലവിൽ ഈ സൊസൈറ്റി അധികൃതർ പറയുന്നതെന്നാണ്. അതുകൊണ്ടാണ് പരാതി നൽകാത്തതെന്നാണ് പലരും പറയുന്നത്. അതിനിടയിലാണ് ഈ കോൺഗ്രസ് കൗൺസിലർക്കെതിരെ വ്യാപകമായി പോസ്റ്റർ പ്രചരണം വന്നിരിക്കുന്നത്. അതായത് വടക്കാഞ്ചേരി നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ ബുഷറ റഷീദിനെതിരെയാണ് ഈ പരാതി വന്നിരിക്കുന്നത്. ബുഷറയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ സൊസൈറ്റി രൂപീകരിച്ചിരുന്നു എന്നാണ് ആരോപണം. ഈ തട്ടിപ്പിൽ കൗൺസിലർക്കും പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയും രംഗത്ത് വന്നിട്ടുണ്ട്. വ്യാപകമായി ഈ മേഖലയിൽ ആളുകൾക്ക് പണം നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസ് ഇതിൽ നടപടി സ്വീകരിച്ചു വരുന്നേ ഉള്ളൂ. എഫ്ഐആർ ഇട്ടിട്ടില്ല. എഫ്ഐആർ ഇന്നിടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇന്നലെയാണ് പരാതി നൽകിയത്. ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ച പരാതികൾ വന്നത്.